ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സാറ സുജാതയുടെ വീട്ടിലേക്ക് വന്ന് ജീവനുമായിട്ടുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ആദ്യമൊന്നും തൻ്റെ മകൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സുജാത വിശ്വസിക്കുകയാണ്. എന്നാൽ പകുതി കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നും വിചാരിക്കുന്നു. പക്ഷേ സാറ തെളിവുകളോടെ എല്ലാ സത്യങ്ങളും പറയുമ്പോൾ സുജാത എല്ലാം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. സാറ പറയുന്നുണ്ട്, ഇന്ന് ഇവൻ നിത്യയുടെ ഫോട്ടോയാണ് കുത്തിക്കീറിയതെങ്കിൽ നാളെ ഒരു ദിവസം നിത്യയെ തന്നെ ഇവൻ വലിച്ചു കീറും. ടെൻഷനോടെ ജീവനെ നോക്കുകയാണ് സുജാത. ജീവന്റെ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരോടും. സാറയെ വളരെ ദേഷ്യത്തോടെ നോക്കുകയാണ് ജീവൻ. അത് സുജാത കാണുന്നുണ്ട്. നിത്യയ്ക്ക് മാത്രമല്ല നിങ്ങൾക്കാർക്കും രക്ഷയുണ്ടാകില്ല ഈ ക്രിമിനൽ കാരണം. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സാറയും ആ കൂടെ വന്ന പയ്യനും പോവുകയാണ്. അന്ന് നിത്യയുടെ സഹോദരൻ ശ്രുതിയും അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സുജാത ഓർക്കുകയാണ്. അതെല്ലാം സത്യമാണെന്ന് സുജാത ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സുജാത ജീവനെ നോക്കുന്നു. ജീവന്റെ അടുത്തേക്ക് പോകുന്നു. പെടുന്നു തന്നെ സുജാത ആകെ തകർന്ന നിലയിൽ അവിടെ തലകറങ്ങി വീഴുകയാണ്. ബോധമില്ലാതെ വീണു. എല്ലാവരും ടെൻഷനായി. ഇപ്പോൾ സുജാത ബെഡിൽ കിടക്കുന്നു. തൊട്ടരികിൽ തന്നെ രഘുവും നിത്യയും ജ്യോതിയും ഒക്കെ ഉണ്ട്. സുജാത ഇതുവരെ ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ടില്ല. ഇപ്പോൾ പതിയെ ഉണർന്ന് അടുത്തിരിക്കുന്ന ആളെ നോക്കുന്നുണ്ട്. രഘു വന്ന കാര്യം ഇപ്പോഴാണ് സുജാത അറിയുന്നത്. പെട്ടെന്ന് രഘുവേട്ട എന്ന് പറഞ്ഞ് ചാടി എണീക്കുകയാണ് സുജാത. രഘുവേട്ടൻ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു. നിത്യമോള് വിളിച്ചിരുന്നു, ഇവിടെ നടന്നതൊക്കെ പറഞ്ഞു എന്ന് രഘു. വേണ്ടമ്മേ, അമ്മ കുറച്ചു നേരം സമാധാനമായി കിടക്ക് എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, സമാധാനമോ? ആ വാക്ക് ഇനി ഈ വീട്ടിൽ ഉണ്ടാവോ രഘുവേട്ട എന്ന് രഘുവേട്ടനോടും ചോദിക്കുകയാണ്. കുടുംബജീവിതത്തിൽ താൻ പറയാനുള്ള പല പഴിമൊഴികളും ഉപമകളും അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. വീണു പോകുമ്പോൾ പരസ്പരം താങ്ങണമെന്ന് താൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനില്ലേടോ, നിത്യമോളില്ലേ, നമ്മുടെ ജ്യോതിയില്ലേ, പിന്നെ ഇങ്ങനെ താൻ വീണു പോയാലോ എന്നൊക്കെ രഘു. എല്ലാവരും ഉണ്ട് അവൻ ഒഴിച്ച് എന്ന് സുജാത കരഞ്ഞുകൊണ്ട് പറയുന്നു. നീ പോയി അവനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ എന്ന് രഘു ജ്യോതിയോട് പറയുകയും ജ്യോതി വിളിക്കാൻ പോവുകയും ചെയ്യുന്നു. സുജാത രഘുവിനോട് ചോദിക്കുന്നു, എന്തിനാ രഘുവേട്ട, എന്ത് പറയാനാ? അവന് നമ്മളൊന്നും വേണ്ട, അവന് പകയും പ്രതികാരവുമാണ്. ഒരാളോടൊന്നല്ല, എല്ലാവരോടും. എനിക്ക് അവനെ കാണണ്ട, അവന്റെ സംസ്കാരം കേൾക്കണ്ട എനിക്ക്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, അവൻ വരട്ടെ എന്ന് രഘു ദേഷ്യത്തോടെ പറയുന്നു. ജീവൻ അവിടേക്ക് വന്നു. അമ്മയുടെ അവസ്ഥ നീ കണ്ടല്ലോ, അതിന്റെ കാരണം നീയാണ് എന്ന് രഘു ജീവനോട് പറയുമ്പോൾ ജീവൻ തല താഴ്ത്തി നിൽക്കുന്നു. മക്കളെക്കുറിച്ച് മറ്റൊരാൾ കുറ്റം പറയുമ്പോൾ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, താൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയുമെന്ന്. ഞങ്ങളോട് അങ്ങനെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? എടാ, ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചിട്ടും അതിൽ നിന്റെ മൗനമാണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്. പാതിരാത്രി സാറയുടെ പാർലറിൽ പോയിട്ട് അവിടെ നീ കാണിച്ചു കൂട്ടിയതിന്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് പറയാൻ നീ തയ്യാറല്ലെങ്കിൽ നിന്നെ എനിക്ക് ഇവിടെ നാടിച്ചിറക്കേണ്ടി വരും എന്നൊക്കെ രഘു പറയുമ്പോൾ ജീവൻ പറയുന്നു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ സാറയുടെ പാർലറിൽ പോയതും അത് നശിപ്പിച്ചതും ശരിയാണ്. അത് സാറ പറഞ്ഞതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റി അല്ല. ഞാനൊരു സൈക്കോ ആയതുകൊണ്ടല്ല. ഇവൾ എൻ്റെ ഭാര്യയാണ്. മറ്റാരെയും പോലെ എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പൊസസീവ്നെസ് ഉണ്ട്. നിത്യ ബ്യൂട്ടി പാർലറിൻ്റെ മോഡലാക്കാനുള്ള തീരുമാനം ആരാ എടുത്തത്? എന്നോട് ചോദിച്ചിട്ടാണോ? ഞാനാണോ എടുത്തത്? എനിക്ക് എൻ്റെ ഭാര്യയെ പൊതുവഴിയിൽ അങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. അത് എൻ്റെ കുറവാണെന്ന് നിങ്ങൾ പറഞ്ഞാലും ശരി, എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ഭാര്യ എൻ്റെ സ്വന്തമാണ്, എൻ്റെ മാത്രം സ്വന്തമാണ്. ഇത്രയേ ഉള്ളൂ വെച്ചാൽ എനിക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ. ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മാത്രമായ കുടുംബജീവിതത്തിൽ എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഏത് മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ. അച്ഛനുണ്ടായിരുന്നില്ലേ, അത് അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഞാനും. എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്ക് എന്ന് പറയുകയാണ് കൈകൂപ്പിക്കൊണ്ട് ജീവൻ. അത്രയും പറഞ്ഞ് ജീവൻ പോകാൻ തുടങ്ങിയപ്പോൾ സുജാത പറയുന്നുണ്ട്, നിത്യയുടെ ഫോട്ടോ വയ്ക്കാൻ സാറയ്ക്ക് അനുവാദം കൊടുത്തപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചില്ല. ചെറുതായാലും എൻ്റെ തെറ്റ് ഞാൻ സമ്മതിക്കണമല്ലോ. അതെല്ലാം വിട്ടേക്ക്. സാറ പറഞ്ഞ ബാക്കി കാര്യങ്ങളോ? നിനക്ക് നിത്യമോളെ സംശയമാണോ? നിന്റെ പെങ്ങളെ സംശയമാണോ? എന്നെ പോലും നിനക്ക് സംശയമാണല്ലേ? എന്നെയും നീ സംശയിക്കുന്നുണ്ടോ എന്നെ സുജാത പറയുമ്പോൾ ജീവന് മറുപടിയില്ല. അമ്മ ചോദിച്ചത് നീ കേട്ടില്ലേ? ഒരു കുടുംബത്തിന്റെ അസ്ഥിവാരം എടുക്കുന്ന തോന്നലുകളാണ് ഇതൊക്കെ. അങ്ങനെ ഒരു തോന്നൽ ഇവരിൽ ആരെങ്കിലും കുറിച്ച് നിനക്ക് വന്നിട്ടുണ്ടോ എന്നെ രഘു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ജീവൻ മറുപടി പറഞ്ഞു. അത്രയ്ക്ക് ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നിത്യമോളുടെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യണം. ജീവൻ നിത്യയുടെ അടുത്തേക്ക് പോന്നു. വേറെ നിവൃത്തിയില്ലാതെ സത്യം ചെയ്യാൻ തുടങ്ങുകയാണ് ജീവൻ. ഒരു സൈക്കോയെ പോലെ പുഞ്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ജീവൻ നിത്യയെ നോക്കി. എന്നിട്ട് സത്യം ചെയ്യാൻ വേണ്ടി നിത്യയുടെ തലയിലേക്ക് കൈവച്ചു.
നിത്യയോ ജ്യോതിയോ അമ്മയോ സംശയത്തിന്റെ ഒരു നേരിയ അവസ്ഥയിൽ പോലും ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടില്ല എന്ന് നിത്യയുടെ തലയിൽ തൊട്ട് ഒരു പുഞ്ചിരിയോടെ സത്യം ചെയ്യുകയാണ് ജീവൻ. ഇത് കള്ളസത്യമാണെന്ന് നിത്യയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിറകിൽ വന്ന് സുജാത പറയുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ എന്ന്. നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നുണ്ട്, അതല്ലേ അമ്മേ ഞാൻ സത്യം ചെയ്തത് എന്ന്. എങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പ് വേണമെങ്കിൽ നീ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണമെന്ന് സുജാത പറയുന്നു. എന്നാൽ ജീവൻ അത് പറ്റുന്നില്ല, ചെയ്യണ എന്ന് സുജാത പറയുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ മുഖം രക്ഷിക്കാൻ നിനക്ക് നിത്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. അതെന്താ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാത്തത് എന്ന് സുജാത. അല്ല അതമ്മേ, അമ്മയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥയിൽ എന്നൊക്കെ ജീവൻ പറയുമ്പോൾ, വേണ്ട, ഇനി എനിക്ക് നിന്റെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല, പൊയ്ക്കോ എന്ന് സുജാത ജീവനോട് പറയുന്നു. ജീവൻ പോകാതെ നിന്നപ്പോൾ ഒന്നുകൂടി ദേഷ്യത്തോടെ സുജാത പറയുന്നുണ്ട്, പോടാ എന്ന്. അങ്ങനെ ഇപ്പോൾ ജീവൻ അവിടെ നിന്ന് പോകുന്നു. കണ്ടോ രഘുവേട്ട, ഇതൊക്കെയാണ് ഇവന്റെ മനസ്സിലിരിപ്പ് എന്ന് കരഞ്ഞുകൊണ്ട് സുജാത രഘുവിനോട് പറയുന്നു. ഇനിയിപ്പോൾ എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ രഘു പറയുന്നു, സുജാതെ ഇനിയിപ്പോൾ നമുക്ക് ഈ കാര്യം പിന്നീട് സംസാരിക്കാം, താനിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്ക്. അല്ല രഘുവേട്ട എന്ന് പറഞ്ഞ് വീണ്ടും സുജാത കരയുമ്പോൾ, പ്ലീസ് നീ ഒന്ന് റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് രഘു ഇപ്പോൾ സുജാതയെ അവിടെ കിടക്കാൻ പറയുന്നു. നിത്യമോളോട് അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കാനും ജ്യോതിയെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോവുകയും ചെയ്യുന്നു രഘു. അമ്മയെന്ന് പറഞ്ഞ് നിത്യ സുജാതയുടെ അരികിലിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ള പേടി അവനുണ്ട്, അതാണ് അവൻ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാത്തത്. പക്ഷേ നിന്റെ തലയിൽ തൊട്ട് അവൻ സത്യം ചെയ്തു. അവൻ്റെ മനസ്സിൽ നിനക്കുള്ള പരിഗണന എന്തെന്ന് മനസ്സിലാക്കാൻ അത് തന്നെ മതി. നിന്നെപ്പോലെ ഒരാൾ അവൻ്റെ കൂടെ ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊരിക്കലും സന്തോഷം കിട്ടില്ല എന്നും സുജാത പറയുന്നു. അച്ഛൻ പറഞ്ഞതാണ് ശരി, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ വീണ്ടും അമ്മയ്ക്ക് എന്നെ സങ്കടത്തോടെ നിത്യ പറയുമ്പോൾ എല്ലാം തീരട്ടെ, ഇത് കണ്ടു നിൽക്കാതെ ദൈവം എന്നെ ഒന്ന് തീർത്ത് തന്നാൽ മതിയെന്ന് സുജാത കരഞ്ഞുകൊണ്ട് പറയുന്നു. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ കിടക്കമ്മ എന്ന് പറഞ്ഞിട്ട് സുജാതയെ അവിടെ കിടത്തുകയാണ് നിത്യ. ശേഷം താഴെ ഇരിക്കുകയാണ് രഘു, തൊട്ടരികിൽ ശരവണനും. ഞാൻ പറഞ്ഞത് ശരവണന് മനസ്സിലായോ? ജീവൻ എവിടേക്കാണ് പോകുന്നത്, ആരെയൊക്കെയാണ് കാണുന്നത് എന്നത് ശരവണൻ ഇനി വ്യക്തമായി ശ്രദ്ധിക്കണമെന്ന് രഘു പറയുമ്പോൾ ശരവണൻ പറയുന്നു, അത് ഞാൻ എന്നൊക്കെ പറഞ്ഞൊരു പരിങ്ങലോടെ നിൽക്കുമ്പോൾ രഘു പറയുന്നുണ്ട്, നീ ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്, അങ്ങനെയാണ് ഞങ്ങൾ നിന്നെ കണ്ടിട്ടുള്ളത്. ഓരോ കുടുംബാംഗത്തിനും ഒരു ഉത്തരവാദിത്തമുണ്ട്. നിന്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞു, അതെല്ലാം എനിക്കറിയാം. പക്ഷേ ജീവൻ സാറ് ഇങ്ങനെ പേടിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവൻ സാർ എന്നെ പേടിപ്പിക്കുമ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ശരവണൻ പറയുമ്പോൾ രഘു പറയുന്നുണ്ട്, അവൻ നിന്നെ ഇനി ഒന്നും ചെയ്യില്ല, ഞാനാ പറയുന്നത്, നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. അവിടേക്ക് സുജാത വന്നു. ശരിയെന്ന് പറഞ്ഞ് ശരവണൻ അവിടെ നിന്ന് പോയി. ഞാൻ ജീവനോട് സംസാരിച്ചു, തള്ളിക്കളയാനും കൊല്ലാനും നമുക്ക് പറ്റില്ലല്ലോ, പറഞ്ഞ് ശരിയാക്കി എടുക്കാമെന്ന് രഘു സുജാതയോട് പറയുന്നു. അവനെല്ലാം മൂളി കേട്ടിട്ടുണ്ടാവും, ഇനി നല്ലവനാകാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലെ എന്ന് സുജാത രഘുവിനോട് പറയുമ്പോൾ രഘു പറയുന്നുണ്ട്, ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കി. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ എന്നേക്കുമായി അവനെ പടിക്ക് പുറത്താക്കുമെന്ന് പറഞ്ഞു. നമ്മളെ വേദനിപ്പിച്ചോട്ടെ, ആ നിത്യമോളുടെ കാര്യവും ആ പാവപ്പെട്ട അച്ഛനെ കുറിച്ച് എന്തുമാത്രം സ്വപ്നങ്ങളാണ്. പല നേരത്തും അവൾ ഒരു മിണ്ടാപ്രാണി പോലെ നടക്കാണ്. അവൾക്കറിയാം അവൾ എത്രമാത്രം കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം നിത്യ മുകളിലേക്ക് പോയിരിക്കുന്നു ഡ്രസ്സ് എടുക്കാൻ, ടെറസിന്റെ മുകളിലേക്ക്. ഈ സമയം രഘു സുജാതയോട് പറയുന്നുണ്ട്, ആ കാര്യത്തിൽ നിത്യമോൾ എത്രയോ ഭാഗ്യവതിയാണ്. ഇങ്ങനെ നടക്കുന്ന ഓരോ കുടുംബത്തിലും കുടുംബത്തിലുള്ള എല്ലാവരും ആ കുട്ടിയുടെ നേരെ തിരിയാറാണ് പതിവ്. ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് താൻ കൊണ്ട് നടക്കുകയല്ലേ. ജ്യോതിയായാലും ശരവണനായാലും മാന്യമായിട്ടല്ലാതെ നിത്യമോളോട് പെരുമാറിയിട്ടില്ല. ആ കുട്ടിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം, എത്ര പറഞ്ഞിട്ടായാലും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം, അതിന് നമ്മുടെ മകനെ തിരുത്തിയേ പറ്റൂ എന്നും രഘു പറയുന്നു. ടെറസിന്റെ മുകളിൽ നിന്നും ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു തുണി താഴെ വീണ് പോകുന്നു. നിത്യ ഇപ്പോൾ അത് എടുക്കാനായി താഴേക്ക് പോവുകയാണ്. എന്താ മോളെ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡ്രസ്സ് താഴെ പോയമ്മേന്ന്. മോൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് സുജാത. വേണ്ടമ്മേ, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് നിത്യ. അമ്മ പോയി എടുത്തിട്ട് വരട്ടെ മോളെ, അങ്ങനെയെങ്കിലും അവളൊന്ന് ഫ്രീ ആകട്ടെ എന്ന് രഘു പറയുന്നു. അങ്ങനെ ഇപ്പോൾ സുജാത ഡ്രസ്സ് എടുക്കാനായി ആ പറമ്പിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു. ആ ഡ്രസ്സ് എടുക്കുമ്പോൾ വേറെ എന്തോ ഒന്നുകൂടി ആ ഡ്രസ്സിൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അന്ന് നിത്യയ്ക്ക് ജോഗിങ്ങിന് വേണ്ടി ഇട്ടുകൊണ്ട് പോവാൻ കൊടുത്ത അതേ ഡ്രസ്സായിരുന്നു. അതിനെപ്പറ്റി ആലോചിക്കുകയാണ് സുജാത. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.